പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസനാദം എന്ന ആത്മിക ശുശ്രൂഷയുടെ 70-ാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. നിങ്ങൾ നൽകി തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം തേജസ്സിൻ്റെ വാടാത്ത കിരീടം എന്നുള്ളതാണ്. വളരെ ചിന്തനീയമായൊരു വിഷയമാണിത്. വളരെ ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി വേഗത്തിൽ ശുശ്രൂഷകൾക്ക് കുത്തിടുവാൻ തിരുകൃപയിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വേദഭാഗങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. 2-ാം വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. 4-ാം വാക്യം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഞാൻ സാധാരണ വായിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ വായിച്ചതെങ്കിൽ ഇന്ന് കാലത്ത് മറ്റൊരു സമൂഹം ഉപയോഗിക്കുന്ന പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം അടർത്തി ഇവിടെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം, അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ 1-ാമത്തെ ചോദ്യം, ആരുടേതാണ് ഈ പ്രബോധനം? ആരുടേതാണ്? അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ. എന്താണ് ഞാൻ എന്ന് പറയുന്നത്? ആരെയാണ്? നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ. അപ്പം ആരാ ഞാൻ? 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്. സ്തോത്രം. അപ്പം ഈ ഞാനെന്ന് പറയുന്നത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പത്രോസാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസാണ് ഈ പ്രബോധനം കൊടുക്കുന്നത്. പത്രോസിൻ്റെ പ്രത്യേകതകൾ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത 1, ഞാനൊരു മൂപ്പനാണ്. സ്തോത്രം. 2, സാധാരണ മൂപ്പനല്ല, മൂപ്പന്മാർ ഒരു കൂട്ടുമൂപ്പനാണ്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനാണ്. സ്തോത്രം. 2, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ്. 3, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമാണ്. അടുത്തത്, ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ പ്രബോധനമാണ്. സ്തോത്രം. അപ്പോൾ പ്രബോധിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും യോഗ്യതകൾ വേണോ എന്ന് ഈ വാക്യത്തോട് ചോദിച്ചാൽ, വാക്യം 3 കാര്യങ്ങൾ പറഞ്ഞു. 1, കൂട്ടുമൂപ്പനാണ്. 2, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയാണ്. 3, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയാണ്. പ്രബോധിപ്പിക്കുന്ന ആളുകൾക്ക് 2 യോഗ്യതകളെങ്കിലും വേണം. 1, കഷ്ടാനുഭവത്തിന് സാക്ഷിയാകണം. 3, വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയാകണം. അവിടെ കൊടുക്കുന്ന ഞാൻ ആര് എന്ന പദം കൊടുത്തിട്ട് അടുത്ത ചോദ്യം, എന്താണ് ഈ പ്രബോധനം? ഞാൻ വേഗത്തിൽ കുറിപ്പുകളെ പോലെ നിങ്ങളോട് പറയാം, വളരെ ശ്രദ്ധയോടെ തിരുസന്നിധിയിലായിരുന്നാലും. നമ്പർ 1, ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, അജഗണത്തെ പരിപാലിക്കണം. സ്തോത്രം. പക്ഷെ നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം. സ്തോത്രം. ആട്ടിൻകൂട്ടം ആരുടെ? നമ്മുടെ അല്ല, പിന്നെ ആരുടെ? ദൈവത്തിൻ്റെയാണ്. പ്രൈസ് ഗോഡ്.
ദൈവദാസന്മാരെ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആടുകൾ കാണിക്കുന്നത് കാണുമ്പോൾ വെറുതെ സങ്കടവും വിഷമവും ദുഃഖവും വേദനയും ദേഷ്യവും ഒക്കെ ഒരു ഭയങ്കരമാണ്. പക്ഷെ രക്ഷയില്ല, നമ്മുടെ അല്ല ഇത് ദൈവത്തിൻ്റെയാണ്. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നേ? ഞാൻ നിങ്ങളുടെ നടുവിൽ എങ്ങനെ ഇരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നിനെയും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും എൻ്റെ സഭ, ഞങ്ങളുടെ സഭ, എൻ്റെ സഭ അല്ലേ. നമുക്ക് സഭയില്ല, നമ്മൾ സഭയിലാണ്. സ്തോത്രം. പക്ഷേ എങ്കിലും മാനുഷികമായിട്ട് നമ്മൾ പറഞ്ഞു പോകും. നമ്മുടെ കൂട്ടായ്മ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പദം ഉപയോഗിക്കുന്നത്. സ്തോത്രം. എപ്പോഴും വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ കൃത്യത്തിന് പറയാൻ നമുക്ക് സാധ്യമല്ലെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ആട്ടിൻകൂട്ടം ആരുടെ? നമ്മുടെ അല്ല, പിന്നെ ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, ദൈവത്തിൻ്റെതാണ്, പക്ഷേ അത് നമ്മുടെ വിചാരണയിലുള്ളതാണ്. അതാ കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിചാരണയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, ടേക്ക് ദ ഓവർ സൈറ്റ്, അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദൈവത്തിന് നോക്കിക്കൂടെ? അതിനൊരാൾ ദൈവം നിയമിച്ചു. സ്തോത്രം. അതാണ് നമ്മൾ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇടയന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നമ്മുടേതല്ല, നമ്മുടെ വിചാരണയിലുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച. സ്തോത്രം. അപ്പം ഇതിന് പുറകിൽ വേറൊരാളുണ്ട്. സ്തോത്രം. ഇത് നമ്മുടേതല്ല, പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, നമ്മുടെ വിചാരണയിലുള്ളതാണ്. അപ്പം നമ്മുടെ വിചാരണയിലുള്ളതിനെ അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മറ്റൊരാളുണ്ട്. അത് പിതാവായ ദൈവം നമുക്ക് നൽകിയ, പുത്രൻ നിമിത്തം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആട്ടിൻകൂട്ടം നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അത് സമ്പാദിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് നമ്മെ അധ്യക്ഷരാക്കി വെച്ചത് പരിശുദ്ധാത്മാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കൃത്യമായി അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേയിക്കണം. ചോദ്യം എന്താണ്? എങ്ങനെ നമുക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കാം? മേയിക്കുക എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിസ്കോപ്പിയോ എന്നാണ്. എപ്പിസ്കോപ്പിയോ, മേയിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇനി എങ്ങനെയാ മേയിക്കേണ്ടേ? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് 2-ാം വാക്യത്തിൽ, നിർബന്ധത്താലല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർബന്ധിക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു നിർബന്ധത്താലല്ല. നിർബന്ധത്താലല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം 2 കാര്യം പറഞ്ഞു തരാം. 1, ബലപ്രയോഗത്തിലൂടെയല്ല. ദൈവത്തിന് സ്തോത്രം. 2, നിയന്ത്രണത്തിലൂടെ അരുത്. സ്തോത്രം. അപ്പം ഇങ്ങനെ ആകരുതത്. പ്രൈസ് ഗോഡ്. നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നിർബന്ധിക്കാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ചില നിയന്ത്രണം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതങ്ങനെ ചെയ്യരുത്, മേലെ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് അത് പറയാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ പറയുന്നു ബലപ്രയോഗത്തിലൂടെ അരുത്. സ്തോത്രം. നിയന്ത്രണത്തിലൂടെ അരുത്. പിന്നെ എങ്ങനെ ആകണം? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഹിതമാവണ്ണം. ആമേൻ. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം. ദൈവത്തിന് ഹൃദമാം വണ്ണം എന്ന് പറഞ്ഞാൽ അത് നല്ല മനസ്സോടെ ആകണം. എങ്ങനാകണം? നല്ല മനസ്സോടെ എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ചെയ്യണം. സ്തോത്രം. എങ്ങനെ ചെയ്യണം? മനഃപൂർവമായി നമ്മളത് ചെയ്യണം. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന് 26-ാം വാക്യത്തിൽ അവിടെ മനഃപൂർവം എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം കണ്ട, മനഃപൂർവം പാപം ചെയ്ത അവിടെ ഉപയോഗിക്കുന്ന പദം മനഃപൂർവം. ദൈവത്തിന് സ്തോത്രം.
പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന് ഹിതമാവണ്ണമാകണം അത് ചെയ്യുന്നത്. Praise the Lord. നമ്മുടെ ഇഷ്ടപ്രകാരമാകരുതത്. ദൈവത്തിന്റെ ഹിതം എന്താ? ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ സഭയെ മേയിക്കുവാൻ, നമ്മെ അത് ഏൽപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ തിരുവചനത്തിൽ സഭയുടെ ഉടയവൻ നമ്മൾ ആരുമല്ല, രക്തം കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് പിതാവ് നിമിത്തമാണ്. പിതാവ് അയച്ചത് കൊണ്ട് പുത്രൻ വന്നത്. പുത്രൻ തനിയെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അയച്ചു എന്നും താൻ വന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ രക്തം കൊടുത്തത് കർത്താവാണ്, അധ്യക്ഷനാക്കി വെച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മളെ എങ്ങനെ കൊണ്ടുപോകണം? ദൈവത്തിന് ഹിതം. ദൈവഹിതം എന്ത്? സ്തോത്രം. ഒത്തിരി ഹിതങ്ങളെക്കുറിച്ച് വചനത്തിൽ കാണുന്നുണ്ട്, അവിടെ കൊന്നും കടക്കാൻ പോകുന്നില്ല. സ്തോത്രം. ശബ്ദമായി അത് പരിശോധിച്ച് ചിന്തിക്കുക. 3, ദുരാഗ്രഹത്തോടെ അരുത്. സ്തോത്രം. ദുരാഗ്രഹം എന്നതിന് നാം നേരത്തെ വായിച്ച ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്ന ലാഭേച്ഛ എന്നാണ്. അതിനർത്ഥം ഈഗർനെസ് ഫോർ ബേസ് ഗെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടിസ്ഥാന നേട്ടത്തിനായുള്ള വ്യഗ്രത. നമ്മളൊരിക്കലും സഭയെ മേയിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയോടെ ആകരുത്. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. 4, 2-ാം വാക്യത്തിൽ ഉന്മേഷത്തോടെയാകണം. ഉന്മേഷം എന്നതിന് കൊടുത്തിരിക്കുന്നത് തീഷ്ണതയോടെ എന്നാണ്. സ്തോത്രം. ഹൃദയമായ യഹോവ തീഷ്ണനാണ്. സ്തോത്രം. നമ്മൾ എങ്ങനെ ആകണം? തീഷ്ണതയോടെ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നമെന്ന് കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിലും മടുപ്പില്ലാത്തവരായി തിരുസന്നിധിയിലാകണം. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഇതൊരു വലിയ ചലഞ്ചാണ്. ഇത് കടക്കുക. പക്ഷേ ലോകത്തിൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കടന്നാൽ ദൈവത്തിന് സ്തോത്രം, തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. 5-ാമത്തെ പ്രത്യേകത, ആധിപത്യം ചുമത്തരുത്. 3-ാം വാക്യത്തിൽ 5 മുതൽ കാണുന്നു, ആധിപത്യം ചുമത്തരുത്. ഒരുവൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ, സ്വയം വിധേയമാക്കാൻ, കീഴടക്കാൻ, അവരുടെ മേൽ യജമാനനാകാൻ, അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുക ഇത്യാദി പദങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് കൃത്യമായിട്ട് ഏതെങ്കിലും അപ്പോസ്തലന്മാർ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയൊരു ലേഖനമുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. നേരത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ ദൈവനാമത്തെ പ്രതി കർത്താവിൻ്റെ ദാസൻ ഒരു മാതൃക കാണിക്കുകയാണ്. സ്തോത്രം. എങ്കിലും ഞാൻ ഇതൊന്നും പ്രയോഗിച്ചിട്ടില്ല. അവിടെ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. തനിക്ക് അവരെ കീഴടക്കാൻ, അവരെ മറ്റു രീതിയിലൊക്കെ കൊണ്ടുവരാൻ കഴിയുമെങ്കിലും, അതിനുവേണ്ടി ഒത്തിരി മാർഗങ്ങളുണ്ടെങ്കിലും, തനിയെ സ്വന്തം കാലിൽ നിന്നിട്ട് അവരുടെ വാക്കുകളൊന്നും കേൾക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പലതും തൻ്റെ കൈവശം ഉണ്ടായിരുന്നിട്ടും, സ്തോത്രം, തനിക്ക് ചില സന്ദർഭങ്ങളിൽ അതിനെ നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടതിന് പ്രയോഗിക്കപ്പെടേണ്ട പലതും പ്രയോഗിക്കപ്പെടാതെ മറച്ചു വെച്ചുവെന്ന് വചനത്തിൽ വായിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാമും ഈ ദിവസങ്ങളിൽ ആധിപത്യം ചുമത്തുന്നവരാകരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം പറയുന്നത്, സ്തോത്രം, 6-ാമത്തെ പ്രത്യേകത, അവർക്ക് മാതൃകയായിരിക്കുക. തിമോഥെയോസിനോട് പറയുന്നു, വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നു, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഇങ്ങനെ ചെയ്യാൻ കർത്തൃദാസന്മാരായ നാം തയ്യാറാകുന്നുവെങ്കിൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതിനായി
സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ശ്രദ്ധിച്ചവരുടെ നന്ദി പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗ നല്ല പിതാവേ, തിരുകൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ പാതാതിയെ അടുത്തു വരുന്നു, കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നടപടിയായി ചെയ്യുവാനുള്ള തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്തൃകൃപയിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അവിടെ അങ്ങനെ ചെയ്തല്ലോ, പ്രാർത്ഥന കേട്ടല്ലോ, ഓർത്തങ്ങയെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. താങ്ക് യു. God bless you all.